ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? ഇന്ന് ഞങ്ങൾ കല്ലേലി അമ്പലത്തിൽ പോകുന്ന ഒരു ചെറിയൊരു വ്ളോഗാണ് ചെയ്യുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, നല്ല മഴ കാരണം. ഇതിപ്പോൾ കോന്നി എലിയറയ്ക്ക് വന്നപ്പോഴാണ് വീഡിയോ എടുക്കുന്നത്. ആ കാണുന്നത് ഞാൻ പഠിച്ച സ്കൂളാന്ന് പറഞ്ഞപ്പോൾ മോൾ അങ്ങോട്ട് വീഡിയോ എടുക്കുക. ആ കാണുന്നത് എലിയറയ്ക്കിലെ അമൃത വിദ്യാലയം, ഞാൻ പഠിച്ച സ്കൂളാണ്. ആ വഴിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ട്. വീഡിയോ ഒന്നും അത്ര നല്ല ക്ലിയറായിട്ട് കിട്ടുകയില്ല, കാരണം വാവച്ചിയാണ് വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് വീഡിയോ എടുക്കുന്നത്. തൊട്ട് പുറകേതായിട്ട് അച്ഛനും മോളും കൂടെ പോകുന്നുണ്ട്. അവരെ കണ്ട് ഹായ് കൊടുത്ത് വാവച്ചി അങ്ങനെ ഫ്രണ്ട് ക്യാമറയൊക്കെ ഓണാക്കിയിട്ട് തന്നെത്താനെ ഓരോന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഞാൻ വീഡിയോയിൽ കട്ട് ചെയ്തിട്ടുണ്ട്. എന്ത് തന്നെ പറയുന്നത്, ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഇതൊക്കെ തന്നെ അവൾ പറയുന്നത്. വാവമ്മ വീഡിയോ എടുക്കുന്ന കാരണം ഞങ്ങൾ പതുക്കെയാണ് പോകുന്നത്. അവരച്ഛനും മോളും ഫ്രണ്ടിൽ പെട്ടെന്ന് പോയിട്ടുണ്ട്. ഞങ്ങൾ പതുക്കെ രണ്ട് സൈഡിലും കാഴ്ചയൊക്കെ പിടിച്ചിങ്ങനെ പോവാം. അവൾ വീഡിയോ എടുക്കുന്ന കാരണം ഞങ്ങൾ പതുക്കെ പോകുന്നത്. നല്ലതായിട്ട് വീഡിയോ ഒന്നും അത്ര ക്ലിയറായിട്ടൊന്നും കാണാൻ പറ്റത്തില്ല, എങ്കിലും കുഞ്ഞിൻ്റെ ഒരു സന്തോഷം അത്രേ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ട അവർ രണ്ട് മുമ്പിലുണ്ട്. അവരെ കണ്ടപ്പോഴത്തേനും ഭയങ്കര ബഹളം, കൈയെടുത്ത് വിളിക്കുന്നു, വീഡിയോ പിടിക്കുന്നു, ഭയങ്കര അവൾ. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. കുറേ ദൂരമായി. രണ്ട് സൈഡിലും തേക്കും തോട്ടം. അങ്ങനെ ഞങ്ങളെല്ലാവരും അമ്പലത്തിലെത്തി. താഴോട്ട് സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോവുകയാണ്. ഒരച്ഛനും മോളും മുമ്പിലുണ്ട്, ഞാനും വാവമ്മൂനോട് പുറകിൽ പതുക്കെ പോവാം. 5 വയസ്സിൻ്റെ ഇഞ്ചക്ഷൻ എടുത്ത കാരണം കുഞ്ഞിന് നല്ല വേദനയാണ്. പതുക്കെ ഇറങ്ങുന്നത് കണ്ടോ, പിടിച്ച് പതുക്കെ ഇറങ്ങുക, തീരെ വയ്യ. ഇതാണ് അമ്പലം. ഇവിടെ അധികം വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, എങ്കിലും ഞങ്ങളെ കാണാതെ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട്. പതുക്കെ താഴോട്ട് ഇറങ്ങുക. അച്ചാച്ചൻ എടുക്കാമെന്ന് പറഞ്ഞിട്ട് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ പതുക്കെ സ്റ്റെപ്പ് പതുക്കെ ഇറങ്ങി വരിക. നല്ല വേദനയുണ്ട്. 3-4 ദിവസമായി ഇഞ്ചക്ഷൻ എടുത്തിട്ട്, എന്നിട്ടും വേദന അങ്ങോട്ട് മാറിയില്ല. 3 ദിവസമായി ഇഞ്ചക്ഷൻ എടുത്തിട്ട്. പതുക്കെ ഇറങ്ങി വരിക. കുഞ്ഞിറങ്ങി വരുന്നത് പതുക്കെ ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഓടിച്ചു വിട്ടു വീഡിയോ. അങ്ങനെ ഞങ്ങൾ താഴോട്ട് ഇറങ്ങി ചെന്നപ്പോൾ കണ്ട അവിടെ ഒരു കോഴി നിൽപ്പുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലായിടവും തൊഴുത് ഇങ്ങനെ നടക്കുമായിരുന്നു. ഞാൻ പറയും, നേരെ നടക്കും മോനെ, കാലും ചുവരും കുത്തി നടക്കും മോനെ എന്ന് പറഞ്ഞിട്ട് അവൾ കേൾക്കുന്നില്ല. അതിന് ഞാൻ പറഞ്ഞപ്പോൾ ഓടുക, കാല് വലിച്ച് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ പതുക്കെ അവിടെ എല്ലാം നടന്ന് ഞങ്ങൾ എല്ലായിടവും തൊഴുത്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ അവിടെ താഴെ ആറുണ്ട്. അവിടെ കുറേ മീനുകളുണ്ട്. മീൻ താഴെ ഇഷ്ടംമാതിരിയുണ്ട്. മേളിൽ നിന്ന് തേങ്ങാക്കൊത്തി എറിഞ്ഞു കൊടുക്കുമ്പോൾ മീനുകളെല്ലാം കൂടെ വന്ന് കഴിക്കുന്നതാണ്. ഞങ്ങൾ നിൽക്കുന്നിടത്തുനിന്ന് നല്ല താഴത്തിലാണ് ആറ് കാണുന്നത്. അത് കാരണം നല്ലപോലെ മീനെ കാണാൻ പറ്റത്തില്ല കേട്ടോ. തേങ്ങാക്കൊത്തി ഇട്ട് കൊടുത്തപ്പോഴത്തേന് കൂട്ടത്തോടെ വന്ന് കഴിക്കും എല്ലാവരും കൂടെ. അതാ കണ്ടോ. അങ്ങനെ കുറേ നേരമൊക്കെ മീനുകളെയൊക്കെ കണ്ട് നിന്ന് അവിടെയൊക്കെ ചുമ്മാ നിന്ന് കറങ്ങി. കുഞ്ഞാണ്ട് അവിടെ കയറി നിൽക്കുക മീനെ കാണാൻ. ഇയാളെറിഞ്ഞിട്ട് തേങ്ങാക്കൊത്തി എറിഞ്ഞിട്ട് അങ്ങ് ചെന്നില്ലെന്നും പറഞ്ഞ് പിണങ്ങി നിൽക്കുക. പിന്നെയും തേങ്ങാക്കൊത്ത് ചോദിക്കുക. അവിടെ കുറേ തേങ്ങാക്കൊത്ത് അവിടെ കിടപ്പുണ്ട്. ചേച്ചിപ്പെണ്ണിനോട് പറയുക, ചേച്ചി എനിക്കൂടെ താ. അപ്പോൾ കുഞ്ഞാറ്റ പോയി തേങ്ങാക്കൊത്ത് പറക്കിക്കൊണ്ട് വന്നു. അപ്പോൾ കൊണ്ട് കുറേ കുരങ്ങന്മാരവിടെ ഭയങ്കര ബഹളം. അതിനുശേഷം അമ്പലത്തിൽ കഞ്ഞിയുണ്ട്, എല്ലാ ദിവസവും ഉണ്ട് കേട്ടോ കഞ്ഞി. അവിടുത്തെ നല്ല കഞ്ഞിയും പയറും അച്ചാറും കിട്ടും. അങ്ങനെ കഞ്ഞൂടിയെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ കാണാം ഒരു കുരങ്ങ് ഗേറ്റിൻ്റെ മണ്ടയ്ക്ക് ഒറ്റയ്ക്ക് മാറിയിരിപ്പുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ആറ്റിലോട്ട് ഇറങ്ങണമെന്നുണ്ട്. പക്ഷേ അവിടെ വെള്ളക്കൂടുതലായ കാരണം നമ്മളെ അങ്ങോട്ട് ഇറക്കി വിടത്തില്ല. പിന്നെ ഞങ്ങൾ മേളിൽ നിന്ന് കുറേ നേരം വെള്ളത്തിലൊക്കെ മീൻ കിടന്ന് കളിക്കുന്നതൊക്കെ കുഞ്ഞുങ്ങളും കണ്ട് ഞങ്ങളും കണ്ട് അവിടെ ഇങ്ങനെ കുറേ നേരമൊക്കെ നിന്നു. പിന്നെയും മീനുകളിങ്ങനെ കൂട്ടത്തോടെ അവിടെ കിടക്കുക. വെള്ളക്കൂടുതലായതുകൊണ്ട് നമ്മളെ അങ്ങോട്ട് ഇറക്കി വിട്ടില്ല, അല്ലെങ്കിൽ താഴെ ഇറങ്ങിപ്പോയി കാണാമായിരുന്നു. പിന്നെ കുറച്ച് നേരം കൂടെ ഞങ്ങൾ അവിടെ നിന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോന്നു.